ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ തയ്ക്കുന്നത്. ഒരു സൈഡ് ചുരിദാറിൻ്റെ ബിറ്റുണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നീളത്തിൽ ഡബിളാക്കിയിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ അളവിന് തന്ന, ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറുടെ ആണെങ്കിൽ അളവിന് തന്ന ഡ്രസ്സ് ഇതുപോലെ ഡബിളാക്കിയിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ വരുന്നുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ചിൻ്റെ അവിടെ വരുന്നവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ആം ഹോളിൻ്റെ അവിടെ വിരൽ വെച്ച് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണിത്. ആർക്കും അറിയാത്ത ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതിലൂടെ സ്റ്റിച്ചിങ് പഠിക്കാം. അത്ര ഈസി ആയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. നമ്മളിത് സ്റ്റിച്ചിങ് അലവൻസ് ഒരു 2 ഇഞ്ചോളം സൈഡിൽ വിട്ടിട്ടുണ്ട്. ബിഗിനേഴ്സിന് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ 2 ഇഞ്ച് ധാരാളമായിട്ട് വിട്ടാക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആം ഹോളിൻ്റെ അവിടെ ഒരു സ്ക്വയറായിട്ട് വരയുക. ഇതുപോലെ ഒന്ന് നമ്മൾ റൗണ്ടായിട്ടൊന്ന് കുഴിച്ച് വെട്ടുക. നമ്മൾ നെക്കിൻ്റെ ഡെപ്ത്ത്, നീളം, ആഴമുണ്ടല്ലോ നെക്കിന് വരുന്നത്, ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ബാക്കും നമ്മൾ ഇതിൽ കുറവായിട്ടാണ്. ഫ്രണ്ടിന് 7 ഇഞ്ചാണെങ്കിൽ ബാക്കിന് 5 ഇഞ്ചാണ് കേട്ടോ. അത് ഓരോ അളവിനും ഓരോരുത്തർക്കും എങ്ങനെ വെച്ചാൽ അതുപോലെ നോക്കിക്കാണുക കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ 7ആണ്, കുറച്ച് തടിയുള്ള കൂട്ടത്തിലുള്ള അവർക്കാണ്, അതുകൊണ്ട് കുറച്ച് ഡീപ്പായിട്ടാണ് നെക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അവിടെ മാർക്ക് കൊടുക്കുക. സ്റ്റിച്ചിങ്ങിൻ്റെ അലവൻസ് മാത്രം നമ്മൾ 1.5 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെ കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മളിത് കണ്ടോ, നെക്ക് വെട്ടിയിട്ടില്ല, നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ക്യാൻവാസ് വെച്ചിട്ട് തിരിക്കാൻ പോകുന്നതാണ്. ഇനി നമുക്ക് ബാക്ക് പീസും ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ. മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഫ്രണ്ട് പീസ് അങ്ങനെ എടുത്തിട്ട് ഈ ബാക്ക് പീസിൻ്റെ മുകളിലായിട്ട് വെക്കുക കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒരേ അളവാണല്ലോ. നെക്കിൻ്റെ അളവിന് മാത്രമേ ചെറിയ വ്യത്യാസം വരുള്ളൂ. ചിലപ്പോൾ നെക്ക് രണ്ടും ഫ്രണ്ടും ബാക്കും ചിലർക്ക് ഒരേപോലെ ആയിരിക്കും എടുക്കുന്നത്. ഇതിൽ ഫ്രണ്ടിൽ ഡീപ്പായിട്ടും ബാക്കിൽ കുറച്ച് കുറവായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ ക്യാൻവാസ് തിരിക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് വെച്ച് തിരിക്കുമല്ലോ, അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നെക്ക് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യാതെ വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, എത്ര തയ്ക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും ഈ നെക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാതെ വെച്ചാൽ. അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം തന്നെ കട്ട് ചെയ്യാതെ വെക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഷോൾഡർ 4 or 5 എടുക്കുക, അവരവരുടെ അളവനുസരിച്ചിട്ട്. ഷോൾഡർ അളവിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂടുതലെടുക്കുക. സ്റ്റിച്ചിങ് അലവൻസ് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് ബാക്കി ഇഷ്ടംമാതിരി തുണിയുണ്ട്, അതുകൊണ്ട് നമുക്കിതിന് ചെറിയ സ്ലീവാണ് അവർക്ക് ആവശ്യം. നമ്മളിപ്പോൾ കസ്റ്റമർക്ക് തയ്ച്ചു കൊടുക്കുന്നതാണ്, അതുകൊണ്ട് ചെറിയ സ്ലീവാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ജസ്റ്റ് ചെറിയൊരു ഡിസൈൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബോർഡർ ഉണ്ടല്ലോ, ആ ബോർഡറിനൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ 3/4 ആയിട്ടോ ലെങ്തി ആയിട്ടുള്ള സ്ലീവിനൊക്കെ നിറയെ തുണിയുണ്ട്. അപ്പോൾ ഇവർക്ക് ചെറിയ കൈയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചെറുതിനനുസരിച്ചിട്ട് ഇതുപോലെ 4 ആക്കിയിട്ട് മടക്കുക. എന്നിട്ട് അവർ തന്ന ഇതാണ്ടോ അതിൻ്റെ സ്ലീവ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് എവിടെ സ്റ്റിച്ച് വരുന്നത് വെച്ചാൽ അതുപോലെ മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് ഡിഫറൻസിൽ മാർക്ക് കൊടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ ആ വിരൽ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അളവെടുക്കാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്യുമ്പോൾ കേട്ടോ. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കൂടി ഇതുപോലെ തിരിച്ചൊന്ന് വെക്കുക, അല്ലെങ്കിൽ സ്ട്രൈറ്റ് നമ്മൾ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചാലും ഫ്രണ്ട് വശത്ത് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗം പിടിക്കാതിരിക്കാനാണ് നമ്മളങ്ങനെ കുഴിച്ച് വെട്ടുന്നത്. ബ്ലൗസിൻ്റെ ആയാലും ഏതൊരു ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് വെട്ടണം. അതിന് ലൈനിങ്ങും തനിയെ തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക കേട്ടോ. ഇനി അതുപോലെയാണ് ഞാൻ പറഞ്ഞത്. ക്യാൻവാസ് ആദ്യം നമ്മുടെ അവരവർക്കുള്ള നെക്ക് എത്രയാണ് നോക്കുക, ഇതുപോലെ തുണിയിൽ ഒട്ടിച്ചെടുക്കുക. ഫ്രണ്ടിൽ ആ ഡിസൈൻ നമ്മൾ ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടല്ലോ, അതിന് 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു തെർമോക്കോൾ ഉള്ളിൽ തുണിയിൽ വെച്ചിട്ട് ചുറ്റിയെടുത്തതാണ് കേട്ടോ. ഇത് നമ്മളിതിൽ പിടിപ്പിക്കുക. ഇതിൽ നെക്കിൻ്റെ ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക. നെക്കിനിപ്പോൾ ഞാൻ ഒരുപാട് ലെങ്ത്തൊന്നും ഇല്ല അതിന് നമ്മുടെ തന്ന ഈ ബോർഡറിന്, അതുകൊണ്ട് നെക്കിൻ്റെ 5.5 ആണെങ്കിൽ 5.5,
6.5 ആണെങ്കിൽ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് പിന്നൂത്തി വയ്ക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള താഴെ ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ക്യാൻവാസ് ഇതുപോലെ തിരിക്കുമ്പോൾ ഏതൊരു അറിയാത്ത ആൾക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. എന്നിട്ട് സെൻറ്റർ അങ്ങോട്ട് വെട്ടിയെടുത്ത് കൊടുക്കുക. വെട്ടി മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് അവിടെ ഇങ്ങനെ ഇങ്ങനെ സ്ലോപ്പായിട്ട് വെട്ടി കൊടുക്കണം കേട്ടോ. തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് തിരിച്ചു കൊടുക്കുക. മുകളിൽ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൂടെ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് അടിച്ചതിന് ശേഷം ഉള്ളിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത് കേട്ടോ. ഈ ഭാഗം ഒന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക, പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് അടിച്ചിട്ട് നെക്ക് തിരിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ക്യാൻവാസ് ലാസ്റ്റ് തിരിച്ചാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലെയും വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് പതിച്ചടിച്ചു കൊടുത്താലും മതി കേട്ടോ. ഫ്രണ്ടും ബാക്കും റെഡിയായി ഇതുണ്ടോ. എന്നിട്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. സ്ലീവുകൾ തമ്മിൽ ഫ്രണ്ട് കുഴി വരുന്ന ഭാഗം നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇതിൽ ഒരു ബ്ലാക്ക്, ഇതിൻ്റെ ഒരു ഡാർക്ക് ഗ്രീനാണ്, ആ ഡാർക്ക് ഗ്രീന് നമ്മൾ ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവും ജോയിൻ ചെയ്ത് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ അളവുണ്ടല്ലോ, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ഈ 3 ഭാഗങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ആ 3 ഭാഗങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അളന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡിലുള്ള സ്ലിറ്റും അതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ 2 ടക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഷേപ്പ് വരാനായിട്ട്. ഇത്രയേ ഉള്ളൂ. ഇത് ക്ലോസ് ചെയ്താൽ നമ്മുടെ ടോപ്പ് റെഡി ആയി കഴിഞ്ഞു. താങ്ക് യു ഫോർ വാച്ചിങ്.